ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 58 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, ഈ 3 മണിയോടടുക്കുന്ന ഘട്ടത്തിലുള്ള പോളിംഗ് ശതമാനം എങ്ങനെ? അജിംഷാദ്, രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 39% പോളിംഗ് എത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിലെ ഗ്രാമീണ മേഖലയിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തിൽ ദൃശ്യമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ 54% പിന്നിട്ട് കഴിഞ്ഞു. ഏറ്റവും കുറവ് ഡൽഹിയിലാണ്. ഡൽഹിയിൽ 34%. ഒഡീഷയിലും പോളിംഗ് ശതമാനം വളരെ കുറവാണ്. ഒഡീഷയിൽ ബിജു ജനതാദളും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് ഒഡീഷ. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും NDAയും അതോടൊപ്പം ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യവും ചേർന്നുള്ള ഒരു ത്രികോണ മത്സരമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയും NDA സഖ്യവും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്നത്. എന്തായാലും വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് കൂട്ടമായി എത്തുന്നു എന്നാണ് നമുക്ക് പല ഇടങ്ങളിലും അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നഗരമേഖലകളെ അപേക്ഷിച്ച് ഗ്രാമമേഖലകളിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണ് ഉച്ചയ്ക്ക് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ സ്ഥാനാർത്ഥികൾ, അതായത് ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ, മേനകാ ഗാന്ധി, കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, കുമാരി ഷെൽജ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കനയ്യകുമാർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച പോളിംഗിൽ എവിടെയും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമാധാനപരമായി തന്നെയാണ് പോളിംഗ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്.